ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് അല്ലേ, ആ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത്. 1 കപ്പ് തിക്ക് തേങ്ങൻ്റെ പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു അരമുറി തേങ്ങൻ്റെ പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ടോട്ടൽ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ. അധികം വെള്ളം ചേർക്കാണ്ട് നല്ല ടൈറ്റായിട്ട് അരച്ചിട്ട് ആ ഒരു തിക്കായിട്ടുള്ള കോക്കനട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു 3 അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂണോളം ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് മധുരത്തിന് അനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്താൽ മതി. അതിപ്പം ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള ഒരു മധുരമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോക്കനട്ടിൻ്റെ ആ ഒരു ക്രീം നല്ല തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവറും മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല, ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് തണുക്കാനായിട്ട് നമുക്കത് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തിട്ട് വരണേ. അപ്പോൾ തണുത്തതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ ജീരകശാലൻ്റെ അരിയില്ല, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം അതൊരു അരക്കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ സെയിം പാനിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം വേകണേ. അറിയാമല്ലോ നമ്മൾ ആ ഒരു സ്റ്റിക്കി റൈസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ. നല്ലോണം വെന്തിട്ടുള്ള ആ ഒരു റെസിപ്പി തന്നെയല്ലേ എല്ലാ വീഡിയോസിലും കാണിക്കുന്നത്. അപ്പം ഞാൻ സാധാ നമ്മൾ വേറെ ഇതൊക്കെ അരിയൊക്കെ യൂസ് ചെയ്തിട്ടല്ല ഉണ്ടാക്കൽ. ഇതിപ്പോൾ ഞാൻ ജീരകശാല അരി വെച്ചിട്ട് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുള്ളത്. അപ്പം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലോണം വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു അരക്കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ വെന്ത് ഉടയണേ, എന്നാലേ നമ്മൾ ആ ഒരു സ്റ്റിക്കി റൈസ് കഴിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇതേ രീതിക്ക് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിക്കി റൈസ് റെഡി ആവുക. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം വെന്തിട്ട് നല്ല ഉടഞ്ഞ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അധികം വെള്ളം ആവാൻ പറ്റില്ല, അതുപോലെ തന്നെ നന്നായി ടൈറ്റും ആവാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു റൈസ് വേവുന്ന സമയത്ത് അപ്പോൾ കറക്റ്റ് അളവ് ഇതൊക്കെ നോക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ മാംഗോൻ്റെ ആ ഒരു സ്റ്റിക്കി റൈസ് നമുക്കിവിടെ റെഡിയായി വരും. അപ്പം നമ്മളെ ജീരകശാല അരി വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇപ്പം മാങ്ങോൻ്റെ സീസണല്ലേ നാട്ടിൽ. അപ്പം മാങ്ങയൊക്കെ നമുക്ക് വെറുതെ കളയുന്ന ഒരു ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മാങ്ങ വീട്ടിലൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സമയമില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു സ്റ്റിക്കി റൈസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു മാങ്ങൻ്റെ പകുതി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 സ്കൂപ്പ് വേവിച്ച് വെച്ച അരിയില്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേണ്ടത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച് നമ്മൾ മിൽക്കില്ലേ, തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മിൽക്ക്, അത് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കാനും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് 2 ടൈപ്പിലുള്ള സെസ്മി സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് സെസ്മി സീഡും അതുപോലെ തന്നെ ബ്ലാക്ക് സെസ്മി സീഡും. അപ്പം ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഒരു ഡെക്കറേഷൻ ചെയ്ത ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു അരി ഉണ്ടെങ്കിൽ, അരി എല്ലാ വീട്ടിലും ഉണ്ടാവില്ല, ജീരകശാലൻ്റെ അരിയല്ല. അതുപോലെ തന്നെ മാങ്ങും ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ്. അപ്പം ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജീരകശാലൻ്റെ അരി വെച്ചിട്ട്. അപ്പം ഇതിൻ്റെ മേലേക്ക് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് കഴിക്കലാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.